ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSC സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത്. ആ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് വരും, ആ സെന്റൻസ് ഏത് ടൈപ്പ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓപ്ഷനിൽ ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപെരറ്റീവ്, എക്സ്ക്ലമേറ്ററി എന്നീ 4 ഓപ്ഷൻസ് പ്രധാനപ്പെട്ടത് വരും. ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു ഓപ്ഷൻ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ടോപ്പിക്കാണ്. ഈ കഴിഞ്ഞ വിഇഒന്റെ പരീക്ഷ, ഈ 2019 നിസ്സാര മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആ വിഇഒന്റെ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടേക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ ടോപ്പിക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ മോഡൽ കാര്യങ്ങളും നമ്മൾക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം ഇത്രയും നാള് PSC ചോദിച്ച ഈ ടോപ്പിക്കിൽ നിന്ന്, ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന ഈ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും നമ്മൾക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ക്ലാസ് മുഴുവനും കാണാൻ ശ്രമിക്കുക. ഒത്തിരി ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ്. ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഗുണമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പലതും ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ആരംഭിക്കാം ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന ചാപ്റ്റർ. അപ്പൊ അതിനു മുമ്പ് ഒരു ചോദ്യം, എന്താണ് ഒരു സെന്റൻസ്? സെന്റൻസിന്റെ മലയാളമാണ് വാക്യം. അപ്പൊ എന്താണ് വാക്യം എന്ന് ചോദിച്ചാൽ വാക്കുകളുടെ ഒരു സമൂഹത്തെ വിളിക്കുന്ന പേരാണ് വാക്യം. പക്ഷെ അതിന് വ്യക്തമായ ഒരു അർത്ഥം കൂടി വേണം. അപ്പോ എന്താണ് വാക്യം എന്ന് ചോദിച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാവ് കംപ്ലീറ്റ് മീനിങ് ഇസ് കോൾഡ് സെന്റൻസ്. ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞത്, എന്താണ് ഒരു സെന്റൻസ്? എന്താണ് ഒരു സെന്റൻസ്? ഒരു വാക്കുകളുടെ കൂട്ടമാണ്, പക്ഷെ അതിന് കൃത്യമായ ഒരു അർത്ഥം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ സെന്റൻസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാവ് എ കംപ്ലീറ്റ് മീനിങ് എന്നാണ്. ഇനി എത്ര ടൈപ്പ് സെന്റൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ടൈപ്പ് സെന്റൻസ് ഉണ്ട്? 4 ടൈപ്പ് സെന്റൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ 4 ടൈപ്പ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓക്കെ അല്ലേ? ഡിക്ലറേറ്റീവ് സെന്റൻസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസിന്റെ പേരാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഞാൻ പറഞ്ഞത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് ഈ പേര് കേൾക്കുമ്പോ പേടിയൊന്നും വേണ്ട, വളരെ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ പേരാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. മൂന്നാമത്തെ പേരാണ് ഇംപെരറ്റീവ് സെന്റൻസ്. നല്ല പേരാണ്, ഇംപെരറ്റീവ് സെന്റൻസ്. ഇംപെരറ്റീവ്. നാലാമത്തത് വളരെ സിമ്പിൾ ആണ്, അതിന്റെ പേരാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ അല്ലേ? പേര് പറഞ്ഞേ, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഈ 4 ടൈപ്പ് സെന്റൻസ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ ഇത് 4 തന്നെ ഓപ്ഷൻ വരത്തുള്ളൂ. ഒരു സെന്റൻസ് വന്നിട്ട് ഈ 4 ഏതാണെന്ന് ചോദിക്കും. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാവ് എ കംപ്ലീറ്റ് മീനിങ് ഈസ് കോൾഡ് സെന്റൻസ്. എത്ര ടൈപ്പ് സെന്റൻസ് ഉണ്ട്? 4 ടൈപ്പ് സെന്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് ഉണ്ട്, ഇംപെരറ്റീവ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെച്ചോ, ഒരു സംശയം വരും. ഡിക്ലറേറ്റീവ് സെന്റൻസ് ഇല്ലേ? ഈ ഡിക്ലറേറ്റീവ് സെന്റൻസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് അസർട്ടീവ് സെന്റൻസ്. അപ്പൊ ഞാൻ പറഞ്ഞ പേര് അസർട്ടീവ്. കൂടെ പറ, അസർട്ടീവ് സെന്റൻസ്. ഓക്കെ അല്ലേ? ഈ 2 പേര് ഓർത്ത് വെച്ചോ. കാരണം ചില PSC പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ ഈ 4 എണ്ണമായിരിക്കും ഓപ്ഷൻ, ഈ ആദ്യത്തെ 4 എണ്ണം. ചില PSC പരീക്ഷയ്ക്ക് ഈ 4 എണ്ണമായിരിക്കും ഓപ്ഷൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ 4 എണ്ണമായിരിക്കും ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഒരേ ഓപ്ഷനിൽ വരത്തില്ല. അങ്ങനെ വന്ന തെറ്റാണ്. ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. ഒന്നുകൂടി പറയും, ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. ഒരിക്കൽ കൂടി ഞാൻ പറയും, ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേര് മാത്രമാണ് അസർട്ടീവ് സെന്റൻസ്. അപ്പൊ ഇതോ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ വരും.
ഓക്കെ അല്ലേ? ഇനി ഇത് ഓർഡർ ഒന്നുമല്ല, ഇത് ആദ്യത്തതും ഇത് അവസാനത്തതും അങ്ങനത്തെ ഓർഡർ ഒന്നുമില്ല. ഇത് വേണം നമുക്ക് ആദ്യം പഠിക്കാം. നമ്മളിപ്പോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് മുതലാണ്. കാരണം ഇതാണ് ഏറ്റവും സിമ്പിൾ. ഇത് തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. നമ്മളിപ്പോ ആദ്യം പഠിക്കാൻ പോകുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണെന്നും ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ എക്സ്ക്ലമേറ്ററി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയുമാണ്. നമുക്ക് നേരെ എക്സ്ക്ലമേറ്ററി സെന്റൻസിലോട്ട് പോകാം. അപ്പൊ നമ്മള് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു വെച്ചോ, ഒരു സെന്റൻസിൽ ഇതേപോലത്തെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് ആ ഒരു മാർക്ക്. ആ മാർക്ക് എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ചില ഇമ്പരറ്റീവ് സെന്റൻസുകളിലും ഇതേപോലത്തെ മാർക്കുകൾ വരാറുണ്ട്. അപ്പൊ ഇതേപോലത്തെ മാർക്കുള്ളത് എല്ലാം എക്സ്ക്ലമേറ്ററി ആണെന്ന് വിചാരിക്കരുത്, പൊതുവെ എക്സ്ക്ലമേറ്ററി ആണെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇങ്ങനത്തെ മാർക്കുകൾ, എക്സ്ക്ലമേറ്ററി മാർക്കുകൾ ഇതിനകത്തുണ്ടാവും. ഇനി രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. ആ രണ്ടാമത്തെ പോയിന്റ് ആണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിനെയോ ഇമോഷൻസിനെയോ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേര് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീലിങ്സോ ഇമോഷൻസോ പ്രകടിപ്പിക്കും. ഞാൻ പറഞ്ഞത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസ് പ്രകടിപ്പിക്കും. അപ്പൊ നോക്കിയേ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കും. ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ പല ടൈപ്പ് സ്മൈലീസോ അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോജിയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനൊരു 1-2 ഇമോജി വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കൊടുക്കാം. ഇപ്പൊ ഒരു സ്മൈലി ഇമോജി അല്ലെങ്കിൽ സ്മൈലി അല്ലാത്ത സാഡ് അല്ലെങ്കിൽ ഒരു അത്ഭുതം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനത്തെ ഇമോജി ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരത്തില്ല അല്ലേ. അത് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴോ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ ഇങ്ങനത്തെ ഇമോജി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന് പകരം കുറച്ച് വാക്കുകൾ വരും. ആ വാക്ക് ഇതേപോലത്തെ ഇമോജി സൂചിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ആ വാക്കിന് എക്സാമ്പിൾ ആണ് ഇത്. ഇങ്ങനത്തെ ഒരു വാക്ക് കണ്ട ഒന്നും നോക്കണ്ട, എക്സ്ക്ലമേറ്ററി ആയി. ഏത് വാക്കാണ്? വൗ എന്ന് പറയുന്ന വാക്ക്. മറ്റൊരു വാക്ക് കൂടി ഓർത്തു വെച്ചു, ആ വാക്കാണ് അലാസ് എന്ന് പറയുന്ന വാക്ക്. അലാസ്. അടുത്ത ഓ എന്ന് പറയുന്ന വാക്ക്. ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ 2 കാര്യം ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ കാര്യം സിമ്പിൾ ആണ്, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ ഇമോഷൻസോ പ്രകടിപ്പിക്കുന്ന സെന്റൻസുകൾ എപ്പോഴും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്കുള്ള സെന്റൻസ് എല്ലാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല. ഇപ്പൊ എക്സാമ്പിൾ ഇമ്പരറ്റീവ് സെന്റൻസുകളിലും ചിലതിനൊക്കെ ഇതുപോലത്തെ മാർക്കുകൾ വരാറുണ്ട്. ഒന്നാമത്തെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം പക്കയായിട്ട് പഠിച്ചാൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ കാര്യം എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കയറി വരും. ഈ വാക്ക് ഇതിന് മാത്രമേ വരത്തുള്ളൂ, എക്സ്ക്ലമേറ്ററിക്ക് മാത്രം. ആ വാക്കാണ് വൗ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അലാസ് എന്ന് പറയുന്ന വാക്ക്, ഓ എന്ന് പറയുന്ന വാക്ക്. കിട്ടിയോ? ഇപ്പൊ അതിയായ സന്തോഷം, ദുഃഖം, അത്ഭുതം എന്നിവയൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നെയാണ്. അത് വേണമെങ്കിൽ ഒരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്തു വെച്ചു. ഇനി അവിടെ സംശയം വരണ്ട. അപ്പോ അതിയായ സന്തോഷം പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞേ, അതിയായ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ഒരു അത്ഭുതം, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നെയായിരിക്കും. നമുക്ക് 1-2 എക്സാമ്പിൾ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ദുഃഖം അല്ലെങ്കിൽ സന്തോഷം, അത്ഭുതം. ഇപ്പൊ അത്ഭുതം നോക്കി, അത്ഭുതം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ LDCക്ക് എറണാകുളം ജില്ലയിൽ പോലും ചോദിച്ചാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് താജ്മഹൽ കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയും? വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്നൊക്കെ പറയില്ലേ? അതൊക്കെ ഒരു അത്ഭുതമല്ലേ? അങ്ങനത്തെ സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. നേരെ ഒരു 2-3 എക്സാമ്പിളിലോട്ട് പോയാലോ? അപ്പൊ ഇവിടെ സംശയം വരേണ്ട ആവശ്യമില്ല. അപ്പോ സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പൊ സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇങ്ങനെ പറയാം നമുക്ക് വേണമെങ്കിൽ, ഹൗ ഹാപ്പി ഐ ആം ഇല്ലേ? ഹൗ ഹാപ്പി ഐ ആം. ഈ സെന്റൻസ് തന്നെ ഞാൻ എടുത്ത് എഴുതിയത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടാനാണ്. ഹൗ ഹാപ്പി ഐ ആം തുടങ്ങിയിരിക്കുന്നത് ഹൗ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം വന്നേക്കാം, ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ എന്ന്. കാരണം ഹൗ എന്ന് പറയുന്ന വാക്കാണല്ലോ.
അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഹൗ എന്ന് പറയുന്ന വാക്കും വാട്ട് എന്ന് പറയുന്ന വാക്കും വെച്ചും സെന്റൻസുകൾ വരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഹൗ എന്ന് പറയുന്ന വാക്കും വാട്ട് എന്ന് പറയുന്ന വാക്കും വെച്ച് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉള്ളത്, എക്സ്ക്ലമേറ്ററി സെന്റൻസും ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഹൗ ഹാപ്പി ഐ ആം, അപ്പുറം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടിയുണ്ട്. ഓക്കെ അല്ലേ? കണ്ട, ഹൗ ഹാപ്പി ഐ ആം, അതൊരു അതിയായ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനൊരു വേർഡ് ഓർഡർ ഒക്കെ വേണം. അപ്പൊ ഹൗവിന് ശേഷം ഒരു ഓക്സിലറി വെർബ് ഒക്കെ വേണം. ഇവിടെ അതൊന്നുമില്ല. അപ്പൊ ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു വാക്ക് വാട്ട് വെച്ച് പറയാം. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. താജ്മഹാൾ കണ്ടപ്പോ ഒരാൾ പറഞ്ഞൊരു കാര്യമാണത്. അല്ലെങ്കിൽ അതിരമ്പള്ളി വെള്ളച്ചാട്ടം, താജ്മഹാൾ പോട്ടെ, വേറെ കാണുക. അതിരമ്പള്ളി വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യമാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? കാരണം ഇത് ക്വസ്റ്റ്യൻ അല്ലെന്ന് പറയാൻ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു വേർഡ് ഓർഡർ വേണം. ഞാൻ ഈ പറയുന്ന കാര്യം ഓർത്ത് വെച്ചോ, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യം വരും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു വേർഡ് ഓർഡർ വേണം. ഇത് വേർഡ് ഓർഡർ ഒന്നുമില്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. ഓക്കെ ആണ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഐ ഫീൽ സോ സാഡ്. ഈ എക്സാമ്പിൾ നോക്കി. ഐ ഫീൽ സോ സാഡ്. ഇവിടെ നമ്മുടെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നത് അതിയായ ദുഃഖമല്ലേ? ഐ ഫീൽ സോ സാഡ്. അവിടെയും ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ചിലപ്പോ പരീക്ഷയ്ക്ക് ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണാത്തതാവാം അത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ല മാഞ്ഞു പോയതാവാം, അല്ലെങ്കിൽ ഒരു ഇടാൻ മറന്നു പോയതാവാം. പക്ഷെ ഇത് എന്തായാലും ഇല്ലെങ്കിലും ഈ സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഈ മൂന്ന് എക്സാമ്പിൾ ഓർത്ത് വെച്ചു. നമ്മൾ എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ എപ്പോഴും നല്ലത്. ഇനി ഈ എക്സാമ്പിളിൽ നമുക്ക് ഈ ഒരു മോഡൽ പഠിച്ചു നോക്കാം. നോക്കി, ഹൗ ഹാപ്പി ഐ ആം. ഒരു എന്താ പറയാ, ഒരു അതിയായ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് തന്നെയാണ്. അപ്പൊ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഐ ഫീൽ സോ സാഡ്, അതിയായ ഒരു ദുഃഖത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് കൊടുത്തു നോക്കി. ഇവിടെ വേണമെങ്കിൽ ഒരു വൗ എന്നൊക്കെ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. വാവ് എന്ന് കൊടുത്തു നോക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ ഇത് ഈ വാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് എക്സ്ക്ലമേറ്ററി തന്നെയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ വാക്ക് കൊടുത്തിട്ട് വരും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇനി പരീക്ഷ കുറച്ച് പാടാവും തോറും ഇങ്ങനത്തെ വാക്ക് വന്നാന്നില്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടാമതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. ഈ വാക്ക് മാത്രം ഓർത്തിരിക്കുക. വൗ, അലാസ്, ഓ എന്നീ വാക്കുകൾ കണ്ടാൽ ഒന്നും നോക്കാനില്ല, ചോദ്യം വായിക്കേണ്ട ആവശ്യം കൂടിയില്ല. നേരെ എക്സ്ക്ലമേറ്ററി കൊണ്ട് ബബിൾ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? നമ്മൾക്ക് അടുത്ത ടൈപ്പ് ഓഫ് സെന്റൻസിലോട്ട് പോവാം. അതിന്റെ പേരാണ് ഇംപെരറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾക്ക് അടുത്തതിലോട്ട് പോവാം. ഇംപെരറ്റീവ് സെന്റൻസ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ എങ്ങനെ ഇംപെരറ്റീവ് സെന്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോ, അതൊരു അപേക്ഷയായിരിക്കാം, ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിലോ അതൊരു ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിരിക്കാം. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒരു സെന്റൻസ് നിങ്ങൾ കാണുമ്പോൾ ആ ഒരു സെന്റൻസ് ഒരു അപേക്ഷയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണോ നോക്കണം, അല്ലെങ്കിൽ അതൊരു ആജ്ഞയാണോ നോക്കണം, അല്ലെങ്കിൽ ഒരു ഉപദേശമാണോ നോക്കണം. എളുപ്പമല്ലേ? ഒരു അപേക്ഷയാണോ നോക്കണം, ഒരു അപേക്ഷ, അല്ലെങ്കിൽ ഒരു ആജ്ഞ, അതുമല്ലെങ്കിൽ ഒരു ഉപദേശം. ഈ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിലുള്ള സെന്റൻസുകളാണെങ്കിൽ അത് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിനെയോ ഇമോഷൻസിനെയോ സൂചിപ്പിക്കുന്നതായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് അല്ല, അതിന്റെ കൂടെ ഉണ്ടാകുന്ന വാക്കുകളാണ് വൗ എന്ന് പറയുന്ന വാക്ക്, ഓ എന്ന് പറയുന്ന വാക്ക്, അലാസ് എന്ന് പറയുന്ന വാക്ക്. പിന്നെ അതിയായി തോന്നുന്ന സന്തോഷം, ഓവറായിട്ടുള്ള ഓവർ എക്സൈറ്റ്മെന്റ്, സന്തോഷം, ദുഃഖം, അത്ഭുതം, അതൊക്കെ സൂചിപ്പിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇംപെരറ്റീവിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതൊരു റിക്വസ്റ്റോ ഓർഡറോ അഡ്വൈസോ ആയിരിക്കും. കിട്ടിയോ? ഒരു അപേക്ഷയായിരിക്കാം, ഒരു ആജ്ഞയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉപദേശമായിരിക്കും. എക്സാമ്പിൾ നോക്കിയേ, പ്ലീസ് ഗിവ് മീ സം വാട്ടർ. പ്ലീസ് ഗിവ് മീ സം വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു അപേക്ഷ ഫോർമാറ്റിലാണ്, ഇല്ലേ? ആ ഒരു കിട്ടാനാണ് ഞാനൊക്കെ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ ഓർത്ത് വെച്ചോ, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കാം. ഓപ്പൺ ദ ഡോർ എന്നാണ്
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ, റിക്വസ്റ്റോ ഓർഡറോ അഡ്വൈസോ ആയിരിക്കും. രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഇംപെരറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് പക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ അല്ലേ? സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. ഇത് ആരംഭിക്കുന്നത് എന്തിൽ നിന്നായിരിക്കും? വെർബിൽ നിന്നാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന കാര്യം കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് എഴുതിയ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് റിക്വസ്റ്റ് ആണോ ഓർഡർ ആണോ അഡ്വൈസ് ആണോ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇംപെരറ്റീവ് സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അത് നോക്കി ഒരു റിക്വസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആണോ, അല്ലെങ്കിൽ ഒരു കമാൻഡോ ഓർഡറോ അങ്ങനെ എന്തെങ്കിലും ആണോ നോക്കാം. ഇനി അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ബോക്സിലിട്ട് വെച്ചു. സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല ചോദ്യത്തിൽ. ഈ ഒരു ചോദ്യം നോക്കി, ഓപ്പൺ ദ ഡോർ. സബ്ജക്റ്റ് ഉണ്ടോ എവിടെയെങ്കിലും? ആരോടാണ് പറഞ്ഞതെന്നുണ്ടോ? ഇല്ല. സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. വെർബിൽ നിന്നായിരിക്കും ഇത് ആരംഭിക്കുന്ന സെന്റൻസ്. നോക്കിയേ, ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്, ഒരു ക്രിയയാണ് ഇല്ലേ? ഒരു വെർബല്ലേ. അപ്പൊ വെർബിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളെയും വിളിക്കുന്ന പേര് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പഠിച്ചാൽ ഇതിനകത്ത് വേറെ ഒരു പോയിന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ആ ഒരു പോയിന്റാണ് വെർബിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ ആണോ? വെർബിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളെയും വിളിക്കുന്ന പേര് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. എന്റെ കൂടെ പറഞ്ഞ്, വെർബിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളെയും വിളിക്കുന്ന പേര് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചു, ഈ 2-3 കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം ടഫ് ആവും തോറും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇങ്ങനത്തെ വാക്കാണ് പ്ലീസ്, മറ്റൊരു വാക്കാണ് കൈൻഡ്ലി, മറ്റൊരു വാക്കാണ് സാർ, മാഡം. ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇംപെരറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രിക്ക് കാര്യമാണ് ഈ പറഞ്ഞത്. പ്ലീസ് എന്ന വാക്കുണ്ടാവും, കൈൻഡ്ലി എന്ന വാക്കുണ്ടാവും, സാർ മാഡം എന്ന വാക്കൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കുവാണെങ്കിൽ പ്ലീസ് ചേർക്കാം, പ്ലീസ് ഓപ്പൺ ദ ഡോർ ചേർക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ദ ഡോർ ശേഷം പ്ലീസ് ചേർക്കാം, ചേർക്കാണ്ടും വരും. ഓക്കെ ആണോ? ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ നോക്കി നിങ്ങൾ, ഹെൽപ്പ് മീ. ഹെൽപ്പ് മീ ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? നമ്മളിപ്പോ അത് രണ്ടെണ്ണം പഠിച്ചിട്ടുള്ളൂ. എക്സ്ക്ലമേറ്ററി ആണോ ഇംപെരറ്റീവ് ആണോ? ഇത് രണ്ടും മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. എക്സ്ക്ലമേറ്ററി അല്ലെന്ന് മനസ്സിലായി, കാരണം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇവിടെ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ഒരു കണ്ടീഷനിലും വരുന്നില്ല, വൗ പോലത്തെ വാക്കുകളില്ല. പിന്നെ ഇതൊരു അതിയായ സന്തോഷത്തെയോ ദുഃഖത്തെയോ അങ്ങനെ സൂചിപ്പിക്കുന്ന ടേമിലുള്ള വാക്കല്ല. പിന്നെ നോക്കിയേ, ഈ ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഹെൽപ്പ് മീയിൽ നിന്നാണ് അല്ലെ, അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബാണ്. വെർബിൽ നിന്നാണ് ആരംഭിച്ചത്. ഒന്നും നോക്കാനില്ല, വെർബിൽ നിന്ന് ആരംഭിച്ച ഇംപെരറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കോമ പ്ലീസ് എന്ന് ചേർക്കാം, പ്ലീസ് അതിന് മുമ്പിൽ ചേർക്കാം. ചിലപ്പോൾ പ്ലീസ് ഉണ്ടാവും, ചിലപ്പോൾ പ്ലീസ് ഉണ്ടാവത്തില്ല. അപ്പൊ പ്ലീസ്, കൈൻഡ്ലി, സാർ, മാഡം പോലുള്ള വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോ. അങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ ഇംപെരറ്റീവ് സെന്റൻസ് വരും. ഈ ഒരു 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി ഈ 3 കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനകത്ത് ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. ആ ഒരു കാര്യമാണ് വെർബിൽ നിന്ന് ആരംഭിക്കുന്ന സെന്റൻസുകളാണ് ഇംപെരറ്റീവ് സെന്റൻസ്. അതിൽ സബ്ജക്ട് ഉണ്ടാവണമെന്നില്ല, ചെറിയ വാക്കുകളൊക്കെ ആയിരിക്കും. ഷട്ട് ദ ഡോർ, ഹെൽപ്പ് മീ, പ്ലീസ്. പ്ലീസ് ചേർക്കാം, ചേർക്കാണ്ടിരിക്കാം. ഓപ്പൺ ദ ഡോർ. ഒരു 1-2 എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ എഴുതാം. സ്റ്റോപ്പ് ടോക്കിംഗ്. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന ഈ സെന്റൻസ് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. കാരണം വെർബിൽ നിന്നാണ് ആരംഭിച്ചത്. ഇവിടെ വേണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ചേർക്കേ, സാറ് വേണമെന്നില്ല, പ്ലീസ് ചേർക്കാം. പക്ഷെ ചേർത്തും ചോദ്യം വരും, ചേർക്കാണ്ടും ഒക്കെ വരും. അടുത്തൊരു സെന്റൻസ് ആണ് പുട്ട് സം ഓയിൽ. പുട്ട് സം ഓയിൽ. ഓക്കെ അല്ലേ? പുട്ട് എന്നുള്ളത് വെർബാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 2 ടൈപ്പ് സെന്റൻസ് വളരെ മനസ്സിലാക്കി പഠിച്ചു. ഒന്നാമത് നമ്മൾ പഠിച്ചത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഇനി അതെങ്ങനെ നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവർ ഇട്ടപ്പോൾ മാഞ്ഞു പോയി, അത് നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കണം. അതിനകത്ത് വൗ എന്ന് പറയുന്ന വാക്കുണ്ടാവും നോക്കണം, മിക്കവാറും ഉണ്ടാവും. അല്ലെങ്കിൽ അലാസ് ഓ എന്ന് പറയുന്ന വാക്കുണ്ടാവും നോക്കണം. ഇനി ആ വാക്കില്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു പോയിന്റ് പോകണം.
ആ ഒരു പോയിന്റാണ്. ആ ഒരു സെന്റൻസ് ഒരു അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് നോക്കണം, അല്ലെങ്കിൽ ഒരു അതിയായ ഒരാളുടെ സന്തോഷം, അതിയായ ഒരു ദുഃഖം ഒക്കെയാണ് നോക്കണം. അപ്പൊ എക്സ്ക്ലമേറ്ററി ആയിരിക്കും. ഓക്കെ അല്ലേ? ആ 3 കാര്യങ്ങൾ. നേരെ ഇമ്പേരറ്റീവിലോട്ട് പോകുമ്പോൾ ഈ 3 കാര്യം എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഒരു റിക്വസ്റ്റ് ആയിരിക്കും. സെന്റൻസ് നോക്കിയാൽ ഇതൊക്കെ പലതൊക്കെ റിക്വസ്റ്റ് അല്ലേ? ഹെൽപ്പ് മീ റിക്വസ്റ്റ് ആണ്. ഓപ്പൺ ദ ഡോറും ഒരു റിക്വസ്റ്റ് തന്നെയാണ്. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡറാണത്. പുട്ട് സം ഓയിൽ എന്ന് പറയുമ്പോൾ അതൊരു അഡ്വൈസ് ആണ്. അപ്പോ ഒന്നുകൂടി പറയാം, ഇമ്പേരറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷയൊക്കെ ആയിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത്? അപേക്ഷയായിരിക്കാം, ആജ്ഞയായിരിക്കാം, ഉപദേശമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ പോയിന്റ് ആണ് സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല, വെർബിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ചിലപ്പോ പ്ലീസ് ആദ്യം വരും. പ്ലീസ് give me some water. Please give me some water എന്നാണ് നമ്മളുടെ സെന്റൻസ്. അപ്പോ പ്ലീസ് ശരിക്കും ഇവിടെ നമ്മൾ വെച്ചു കൊടുത്തേക്കുന്നത് എന്തിനാണ്? ഈ പ്ലീസ് എന്ന് പറയുന്ന വാക്കോട് വെച്ചു കൊടുത്തിരിക്കുന്നത് അത് ഒരു കൂടുതൽ പൊളൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു ടൈമാണ്. ശരിക്കും ഇത് ആരംഭിച്ചിരിക്കുന്നത് വെർബിൽ നിന്ന് തന്നെയാണ്. വെർബ്. ഓക്കെ അല്ലേ? പിന്നെ 2 രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പ്ലീസ്, കൈൻഡ്ലി, സാറ്, മാഡം പോലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ഇമ്പേരറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് കൂടുതലൊന്നും പറയാനില്ല, പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനം നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് 3 ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് അടുത്തതിലോട്ട് പോകും. അതായത് രണ്ടാമത്തെ, നമ്മളിപ്പോ അടിയിൽ നോട്ടിലാണല്ലോ വേണ്ടത്. 4ാമത്തെ പഠിച്ചു കഴിഞ്ഞു, 3ാമത്തെ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാകും. ഇതെന്താണ് സംഭവം? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിചാരിച്ചോ, ഒരു സംശയവും അവിടെ വേണ്ട, അതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ശരിക്കും ഈ ഒരു കാര്യം പഠിച്ചാൽ മതി, മുഴുവനും കഴിഞ്ഞു. പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള 1-2 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോ ഒന്നാമത്തെ നമ്മുടെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, അത് ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അതിന് വ്യക്തമായൊരു ഉത്തരം കാണും. ചിലപ്പോൾ എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഉത്തരം, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഉത്തരം കാണും. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അതിന് മുമ്പ് നമുക്ക് ടഫ് എന്ന് പറഞ്ഞ പ്രീവിയസ് നോക്കിയാലും എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? എക്സ്ക്ലമേറ്ററി നോക്കി, നമ്മൾ കഴിഞ്ഞത് ഫ്ലാഷ് ബാക്ക്. എക്സ്ക്ലമേറ്ററി മനസ്സിലാക്കാൻ പറ്റും, ഒരു മാർക്ക് ഉണ്ടാവും. പിന്നെ അതിയായ നമ്മളുടെ സന്തോഷം, ദുഃഖം, അത്ഭുതം പ്രകടിപ്പിക്കുന്നതായിരിക്കും. അതിൽ വൗ, അലാസ് പോലുള്ള വാക്കുകളാണ് ഉണ്ടാകുന്നത്. ഇമ്പരറ്റീവ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു അപേക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായിരിക്കാം, ഒരു ആജ്ഞയായിരിക്കും, റിക്വസ്റ്റ്, അഡ്വൈസ്, കമാൻഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇമ്പരറ്റീവ് ആണെന്ന്? വെർബിലാണോ സ്റ്റാർട്ട് ചെയ്തേക്കെന്ന് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇമ്പരറ്റീവ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വെർബിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. രണ്ടാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ WH ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ ആണോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത് മാഞ്ഞു പോയി, അല്ലെങ്കിൽ ഇടാൻ മറന്നു എന്ന് വിചാരിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റിലോട്ട് നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് WH ക്വസ്റ്റ്യനിൽ നിന്നാണോ എന്ന് നോക്കാം. എന്താണ് WH ക്വസ്റ്റ്യൻ? അത് മനസ്സിലാക്കണമല്ലോ. W എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ആരംഭിക്കുന്ന കുറെ വാക്കുകളുണ്ട് അല്ലെ? ആ വാക്കാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാട്ട് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഹൂ എന്ന് പറയുന്ന വാക്ക്, വിച്ച് എന്ന് പറയുന്ന വാക്കുണ്ട്. എച്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ വേർഡേ ഉള്ളൂ, അതാണ് ഹൗ എന്ന് പറയുന്ന വാക്കുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് WH ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്? അപ്പോ ഇതിനകത്ത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ടിൽ നിന്നായിരിക്കും, ഹൂയിൽ നിന്നായിരിക്കും, വിച്ചിൽ നിന്നായിരിക്കും, ഹൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗ ആയിരിക്കാം. ഓക്കെ ആണ്? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ വാക്കുകളായിരിക്കാം, വാട്ട്, ഹൂ, വിച്ച്. അതില്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 24ഓളം ഓക്സിലറി വെർബ് ഉണ്ട്. ഇസിൽ നിന്നാവാം, ആറിൽ നിന്നാവാം,
വാസിൽ നിന്നാവാം, അല്ലെങ്കിൽ ഡൂവിന്റെ ഫാമിലിയായ ഡൂ ഡസ് ഡിഡ് ആവാം, അല്ലെങ്കിൽ ഹാസ് ഫാമിലിയായ ഹാസ് ഹാവ് ഹാഡ് ഒക്കെ ആവാം. ഓക്കെ ആണ്. അത് നമുക്ക് വിശദീകരിച്ച് ഓക്സിലറി വെർബ് എന്താണെന്നുള്ളതിൽ പറയാം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ ടപ്പെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് നോക്കാം. ഓക്കെ ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടു നോക്കാം. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് പരീക്ഷയ്ക്ക് ഇടാൻ മറന്നു പോകത്തില്ല. ഇത് നിങ്ങൾ കണ്ടില്ല പോട്ടെ, അങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കണ്ടില്ലെങ്കിൽ നേരെ രണ്ടാമത്തെ കണ്ടീഷൻ, അത് WH ക്വസ്റ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരെണ്ണാവാം, ആറിൽ നിന്നാവാം. ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി എഴുതി വെക്കാം. ഒരു ആറിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇസിൽ നിന്നാവാം, വാസിൽ നിന്നാവാം, ഹാസിൽ നിന്നാവാം, ഡൂയിൽ നിന്നൊക്കെ ആവാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിന്നാവാം. ഇത് മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, നമ്മളുടെ മൂന്നാമത്തെ ഒരു പോയിന്റ്, ആ പോയിന്റ് ശ്രദ്ധിക്കണേ. പരീക്ഷ ടഫ് ആകുമ്പോൾ ചിലപ്പോൾ ഈ 2 പോയിന്റും ഉപകരിക്കാണ്ട് ഈ മൂന്നാമത്തെ മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ആ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്ന സെന്റൻസിന് ഒരു വേർഡ് ഓർഡർ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾക്ക് തോന്നിയ പോലെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. ആ ഒരു ഓർഡർ പാലിച്ച് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒന്നുകിൽ വാട്ടോ, ഹൂവോ, വിച്ചോ, ഹൗവോ, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വേണം. അതിനുശേഷം എന്ത് വേണം? ഒരു ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ്. അതിനുശേഷം സബ്ജക്റ്റ് വേണം, പിന്നെ വെർബ് വേണം. ഈ അങ്ങോട്ട് ഫുള്ള് പഠിക്കണമെന്നില്ല, ഈ സബ്ജക്റ്റ് വരെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്. അതാണ് ഈ WH ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റ്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഓക്സിലറി വെർബിലായിരിക്കാം നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത്, ഫസ്റ്റ് വരുന്നത് ഓക്സിലറി വെർബാണ്, പിന്നെ വരുന്നത് സബ്ജക്റ്റ് ആണ്, പിന്നെ വരുന്നതാണ് വെർബ്. ഓക്കെ അല്ലേ? ഈ ഒരു ഓർഡറിലായിരിക്കും ഇത് പോകുന്നത്. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി പറയണോ? അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് WH ക്വസ്റ്റ്യനിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓക്സിലറി വെർബിൽ നിന്നാവാം. ഇതിങ്ങനെ വേർതിരിച്ച് പറയാൻ കാരണം, ഓക്സിലറി വെർബിൽ നിന്ന് ആരംഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം പറയേണ്ട ഉത്തരം യെസ് എന്നോ നോ എന്നോ എന്നാണ്. ഓക്കെ അല്ലേ? ഓക്സിലറി വെർബിൽ നിന്ന് ആരംഭിക്കുന്ന ചോദ്യങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരും അത് തന്നെയാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ്. നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. എങ്ങനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, സ്റ്റാർട്ട് ചെയ്യുന്നത് WH ക്വസ്റ്റ്യനിൽ നിന്നാണോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബിൽ നിന്നാണോ നോക്കിയാൽ മതി. അതിന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിന് കൃത്യമായ ഒരു വേർഡ് ഓർഡർ ഉണ്ടാവും. ആ വേർഡ് ഓർഡർ WH ക്വസ്റ്റ്യനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ആദ്യം ആ WH ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം വരും, ശേഷം ഒരു ഓക്സിലറി വെർബ് വരും, ശേഷമായിരിക്കും സബ്ജക്റ്റ്, ശേഷമായിരിക്കും വെർബ്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബിൽ നിന്നാണ്, എന്ന് വെച്ചാൽ ഇസോ, ആറോ, വാസോ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവ ആദ്യം വരും, അതിനുശേഷം സബ്ജക്റ്റ് വരും, അതിനുശേഷം വെർബ് വരും. ഇതായിരിക്കും അതിന്റെ ഫോർമാറ്റ്. ഓക്കെ അല്ലേ? നേരെ 2-3 എക്സാമ്പിൾ അങ്ങ് നോക്കിയാലോ? അപ്പൊ ഇവിടെ യാതൊരു സംശയവും വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. വാട്ട് ഈസ് യുവർ നെയിം? ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു. ഇനി ഒന്നും നോക്കാനില്ല, ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളെ അബദ്ധവശം കണ്ടില്ലെന്ന് വിചാരിക്കും. നേരെ ചോദ്യം വായിച്ചു നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം? ചോദ്യം ആരംഭിച്ചത് വാട്ടിൽ നിന്നാണ്. അപ്പൊ പ്രത്യേകം എടുത്തു മനസ്സിലാക്കേണ്ട കാര്യം, വാട്ടിൽ നിന്നും നമ്മളുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒക്കെ ആരംഭിക്കാറുണ്ട്. പക്ഷെ അവിടെ വേർഡ് ഓർഡർ ഉണ്ടാവത്തില്ല. ഇവിടെ വേർഡിന് ഒരു ഓർഡർ ഉണ്ടാവും. എന്ന് വെച്ചാൽ വാട്ട് ഇത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതിനുശേഷം നിർബന്ധമായിട്ടും ഒരു ഓക്സിലറി വെർബ് വരണം. വേണ്ടേ? ഇസ് എന്നൊരു ഓക്സിലറി വെർബ് വന്നു. അതിനുശേഷമാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഓപ്ഷൻ ഒക്കെ നോക്കിയാലോ? ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഹൗ വാസ് ദ ഫിലിം? ഹൗ വാസ് ദ ഫിലിം എന്നാണ് ചോദ്യം. ഹൗ വാസ് ദ ഫിലിം എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ഓപ്ഷനിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് തരും. ചില ആൾക്കാർക്ക് സംശയം വരും, ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനാണ്. അപ്പൊ നോക്കിയേ, ഹൗ വാസ് ദ ഫിലിം. ഹൗ എന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്.
അതിനുശേഷം വന്നിരിക്കുന്ന നോക്കി വാസ് എന്ന് പറഞ്ഞ ഒരു ഓക്സിലറി വെർബാണ്. ഇത്രയും കണ്ടാൽ മതി. ഇത്രയും കണ്ടാൽ ഇതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്തൊരു എക്സാമ്പിൾ നോക്കി. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. വേർ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വേർ എന്ന് പറഞ്ഞ ഡബ്ല്യൂയിൽ തുടങ്ങുന്ന ഒരു വാക്കാണ്, ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ശേഷം വന്നിരിക്കുന്നത് ഒരു ഓക്സിലറിയാണ്, പിന്നെയാണ് സബ്ജക്ട്. അപ്പൊ വേർഡ് ഓർഡർ പാലിച്ച ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? അത്രയൊന്നും നോക്കേണ്ട, വിശദീകരിച്ചുള്ള ആവശ്യമില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അതിനകത്ത്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പൊ പഠിച്ചത് വേഗം തന്നെ നോക്കാം. നമ്മളിപ്പോ 3 ടൈപ്പ് ഓഫ് സെന്റൻസ് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ച എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വേഗം ആലോചിച്ച് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഇനി അതെങ്ങനെ കണ്ടില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം നോക്കാം. എന്തൊക്കെയാണത്? ഒരു അതിയായ സന്തോഷത്തെയോ ദുഃഖത്തെയോ അത്ഭുതത്തെയോ സൂചിപ്പിക്കുന്നതായിരിക്കും. അതിലുണ്ടാകുന്ന വാക്കുകളാണ് വൗ, അലാസ്, ഓ പോലുള്ള വാക്കുകളുണ്ടാവും. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ, അതാണ് സെന്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇൻട്രോഗേറ്റീവ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ആണ്. അല്ല, അതൊരു ചോദ്യമല്ലല്ലോ. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പറ്റത്തില്ല. അവിടെ ഇടാൻ പറ്റുന്ന മാർക്ക് ക്വസ്റ്റ്യൻ മാർക്കല്ല, ഈ ഒരു സാധനമാണ്. മനസ്സിലായല്ലോ ഇപ്പൊ? ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നും നോക്കാനില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന വെർബിൽ നിന്നായിരിക്കും. ഷട്ട് ദ ഡോർ, അല്ലെങ്കിൽ ഷട്ട് യുവർ മൗത്ത്, ഓപ്പൺ ദ ഡോർ, കം ഇൻ, പ്ലീസ് ഗിവ് മീ സം വാട്ടർ, ഹെൽപ്പ് മീ പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. ഇങ്ങനത്തെ സെന്റൻസുകളാണ് ഇംപെരറ്റീവ് സെന്റൻസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെർബിൽ നിന്നായിരിക്കും. ഇനി അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കാം. പ്ലീസ്, കൈൻഡ്ലി, സാർ, മാഡം പോലുള്ള വാക്കുകൾ ഉണ്ടോ നോക്കാം. ഇനി അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെന്റൻസ് ഒരു റിക്വസ്റ്റ് ആണോ നോക്കാം, ഒരു അപേക്ഷ പോലത്തെ സെന്റൻസ് ആണോ നോക്കാം, അല്ലെങ്കിൽ അതൊരു കമാൻഡോ ഒരു ആജ്ഞാപനമോ ഒരു അഡ്വൈസ് ഒരു ഉപദേശമോ ഒക്കെ ആണോ നോക്കാം. ഓക്കെ അല്ലേ? മനസ്സിലായല്ല? നമ്മൾ നേരടുത്ത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കാതെ നീ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടാണ് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ചിലപ്പോ നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിക്കാം. അങ്ങനെ കണ്ടില്ലെങ്കിൽ മാത്രം ബാക്കി നോക്കിയാൽ മതി. അങ്ങനെ കണ്ടില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന WH ക്വസ്റ്റ്യൻ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കും. ഇനി ഇങ്ങനെ വെറുതെ സ്റ്റാർട്ട് ചെയ്താലും മാത്രം പോരാ. WH ക്വസ്റ്റ്യൻ നിന്നോ ഓക്സിലറി വെർബിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്താലും മാത്രം പോരാ. ഇതും കൂടി പാലിക്കണം. ഏത്? ഒരു വേർഡ് ഓർഡർ കൂടി പാലിക്കണം. ആ വേർഡ് ഓർഡർ ഇങ്ങനെയായിരിക്കണം. ആദ്യമായിരിക്കണം WH ക്വസ്റ്റ്യൻ, പിന്നെ വരുന്നത് ഒരു ഓക്സിലറി വെർബ് ആയിരിക്കണം, പിന്നെ ആയിരിക്കണം സബ്ജക്റ്റ്. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓക്സിലറി വെർബിൽ നിന്നാണെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഓക്കെ അല്ലേ? കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ചെയ്ത് നോക്കി. വാട്ട് ഈസ് യുവർ നെയിം? സംശയമൊന്നുമില്ലല്ലോ. വാട്ട് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഓക്സിലറി ആണ്, എല്ലാത്തിനും സെയിം തന്നെയാണ്. നമുക്ക് നേരെ ഒന്നാമത്തിലോട്ട് പോകാം. ഒന്നാമത്തിന്റെ പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾ ഒന്നാമത്തത് പഠിക്കാൻ പോവാണ്. നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്നാണല്ലോ പഠിച്ചു തുടങ്ങിയത്. ഒന്നാമത്തിന്റെ പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണെന്ന്? വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ എക്സ്ക്ലമേറ്ററി പക്കയായിട്ട് പഠിച്ചില്ലേ? പഠിച്ചു. അതിലും പക്കയായിട്ട് നമ്മൾ ഇംപെരറ്റീവ് പഠിച്ചില്ലേ? പഠിച്ചു. അതിലും പക്കയായിട്ട് നമ്മൾ ഇൻട്രോഗേറ്റീവ് പഠിച്ചില്ലേ? അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് മൂന്നുമല്ല, എക്സ്ക്ലമേറ്ററി അല്ല, ഇംപെരറ്റീവ് അല്ല, ഇൻട്രോഗേറ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധത്തോടെ മനസ്സിലായാൽ ആ സെന്റൻസിന് വിളിക്കുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ്. ഇപ്പൊ പറഞ്ഞാൽ പറയാം. ഒരു സെന്റൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല. ആ സെന്റൻസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം, അതിന് സംശയം വേണ്ട. ഹി പ്ലേസ് പിയാനോ എന്നാണ് ആ ഒരു സെന്റൻസ്. എക്സാമിന് ചോദിച്ച സെന്റൻസ് ആണ്. ഈ സെന്റൻസ് എന്നിട്ട് എന്ത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ തന്നെയാണ് ഓപ്ഷനിൽ വന്നത്. ഇതിനകത്ത് ഒരെണ്ണം വന്നുള്ളൂ. അപ്പോൾ ഈ സെന്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എക്സ്ക്ലമേറ്ററി അല്ലെന്ന്? അതെങ്ങനെ മനസ്സിലായി എക്സ്ക്ലമേറ്ററി അല്ലെന്ന്? എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല, പിന്നെ വൗ, അലാസ്, ഓ തുടങ്ങിയ വാക്കുകളില്ല. പിന്നെ ഇത് അതിയായ സന്തോഷത്തെ, ഒരു ആഗ്രഹത്തെ, അത്ഭുതത്തെ ഒന്നും സൂചിപ്പിക്കുന്നില്ല. സോ ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല. ഓക്കെ അല്ലേ? അടുത്ത ഓപ്ഷൻ ഇംപെരറ്റീവ് ഉണ്ടാവില്ല ഓപ്ഷനിൽ. അപ്പൊ ഇംപെരറ്റീവ് ആണോ? അല്ല. കാരണം വെർബിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെർബിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹി എന്ന് പറയുന്ന വെർബ് അല്ല. ഓക്കെ ആണോ?
അപ്പൊ ഒന്നും നോക്കാനില്ല, ഇംപെരറ്റീവ് സെന്റൻസ് അല്ല. പിന്നെ നമ്മൾ പഠിച്ചു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ നോക്കാം. ആണോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ ചോദ്യത്തിൽ? ഇല്ല. WH ക്വസ്റ്റ്യൻ ഉണ്ടോ ആദ്യം? ഇല്ല. ആദ്യം വല്ല ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും നോക്കാനില്ല, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അല്ല. പിന്നെ ഇത് ഏതായിരിക്കും? ഇതായിരിക്കും ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻ ഇതാണെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആയിരിക്കും. ഇത്രയുള്ള പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ പോരാ, നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടൊക്കെ പഠിക്കണം. എന്നാലും മാത്രമോ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. ഈ ഒരു സെന്റൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു സെന്റൻസ് ആരംഭിച്ചത് ഹി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഹി എന്ന് പറഞ്ഞ ആരാണ്? ഒരു പ്രോ നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെയാണ്, ഒരു സബ്ജക്റ്റ് ആണല്ലോ അത്, സബ്ജക്റ്റ്. അപ്പോ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആ പോയിന്റ്. സബ്ജക്റ്റിൽ നിന്ന് ആരംഭിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഹി പ്ലേസ് പിയാനോ. ഓക്കെയാണോ? അപ്പൊ സബ്ജക്റ്റിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്, അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. ഫുൾ സ്റ്റോപ്പ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല. ഓർത്ത് വെച്ചത്, ഒരു സബ്ജക്റ്റിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്, അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. ഓക്കെയാണോ? ഇനി ആ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരാളുടെ പേരായിട്ട് വരും സബ്ജക്റ്റ്. ഒരു നെയിം ആവാം സബ്ജക്റ്റ്. ആ നെയിം അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആവാം സബ്ജക്റ്റ്. ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ഒരു പേര്, എന്റെ പേരാവാം. അപ്പൊ അരുൺ പ്ലേസ് പിയാനോ എന്നാവാം. അരുൺ എന്ന് പറഞ്ഞു ഒരു പേരാവോ. ഇനി അവിടെ ഞാൻ ആണായതുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഹി എന്ന് ചേർക്കാം. പെണ്ണായിരുന്നെങ്കിൽ ഷീ എന്ന് ചേർക്കുമായിരുന്നു. മനുഷ്യനല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ ഇറ്റ് എന്ന് ചേർക്കാമായിരുന്നു. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ ഈ പറഞ്ഞത്? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഡിക്ലറേറ്റീവ് ആണോ അല്ലെങ്കിൽ അസർട്ടീവ് ആണോ എന്ന് നേരത്തെ പഠിച്ച മൂന്നും ആണോ നോക്കണം. അതല്ലെങ്കിൽ അസർട്ടീവ് ആയിരിക്കും. അത് ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. നമ്മളത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്, അത് ഒരു ഫുൾ സ്റ്റോപ്പിൽ ചെന്ന് അവസാനിക്കും. ഓക്കെയാണ്? ആ സബ്ജക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നത് ഒരു വ്യക്തിയുടെ പേരായിരിക്കാം. ആണിന്റെയോ പെണ്ണിന്റെയോ, വ്യക്തിയുടെ മാത്രമല്ല, മനുഷ്യന്റെ അല്ല, എന്തെങ്കിലും മൃഗത്തിന്റെ ഒക്കെ വേണമെങ്കിൽ പേരാവാം. അപ്പൊ ഒരു സബ്ജക്റ്റ് ആയിരിക്കാം. ഓക്കെയാണ്? ഒരു നെയിം ആയിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോണൗൺ ആയിരിക്കാം. പ്രോണൗൺ മീൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് പഠിക്കാൻ സ്വീകരിച്ച് അയ്യോ ദേവി ഹി ഷീറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അയ്യോ ദേവി ഹി ഷീറ്റ്. IUDWE ഹി ഷീ ഇറ്റ്. IUDWE ഹി ഷീ ഇറ്റ്. ഇവിടെ എഴുതിയേക്ക IUDWE ഹി ഷീ ഇറ്റ്. ഇതിനകത്ത് ഏതെങ്കിലും പറഞ്ഞാവും പ്രോണൗൺ. ഓക്കെയാണ്? ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഓർത്ത് വെച്ചു. ഡിക്ലറേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന സെക്കൻഡ് കാര്യം, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് മീൻസ് ഒരു പ്രസ്താവനയായിരിക്കും. ഓക്കെ, ഇതുമായി ബന്ധമുണ്ടത് ഒരു പ്രസ്താവനയായിരിക്കും. ഞാൻ ചായ കുടിക്കും, എനിക്ക് ചായയാണ് ഇഷ്ടം. ഞാൻ പിയാനോ വായിക്കും. ഞാൻ രാവിലെ കുളിക്കാറുണ്ട്. ഞാൻ രാവിലെ കുളിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ ബ്രഷ് തേക്കാറുണ്ട്. ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പ്രസ്താവന, അത് കോമൺ ആയിട്ടുള്ള ഒരു സെന്റൻസ്. വെറുതെ കോമൺ സെന്റൻസ് ആണെങ്കിൽ നോക്കാനില്ല, ഡിക്ലറേറ്റീവ് ആയിരിക്കും, അസർട്ടീവ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്ട്സ്, വസ്തുതകൾ. എല്ലാ വസ്തുതകളും ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്. ഇപ്പോ ചന്ദ്രൻ രാത്രി തിളങ്ങാറുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഈ മൂന്നാമത് പറഞ്ഞ കാര്യം, ഒരു ഫാക്ട്സ് അല്ലെങ്കിൽ ഒരു വസ്തുതകൾ എപ്പോഴും ഡിക്ലറേറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ 3 പോയിന്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിൽ നിന്നായിരിക്കാം. ആ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും ഒരു പേരുകളോ എന്തെങ്കിലുമൊക്കെ പേരുകളോ അല്ലെങ്കിൽ പേരുകൾക്ക് പകരം പ്രോണൗൺസോ ആയിരിക്കും. കിട്ടിയോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു പ്രസ്താവനയായിരിക്കാം. ഇതേപോലത്തെ ഹി പ്ലേസ് പിയാനോ, അവൻ പിയാനോ വായിക്കും, അവൻ രാവിലെ കുളിക്കും, അവൻ രാവിലെ പല്ല് തേക്കും, അവൻ ഇന്നതാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം വരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു ഫാക്ട്സ് ആയിരിക്കും. നമ്മളുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേർഡ് ഓർഡർ ആണ്. ഒരു വേർഡ് ഓർഡർ ഉണ്ടാവും. എന്തിന്? ഈ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസിന് നിർബന്ധമായിട്ട് ഒരു വേർഡ് ഓർഡർ ഉണ്ടാവും. ആ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത്,
പിന്നെ വരുന്നത് ഒരു ഓക്സിലറി വെർബ് ആണ്. ഓക്കെ അല്ലേ? ഇത് ഓർത്ത് വെച്ചാൽ മതി. സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് എന്നുള്ള വേർഡ് ഓർഡർ ഉണ്ടാവും. ഇവിടെ അതുണ്ട്. നിങ്ങൾക്ക് ഓക്സിലറി വെർബ് കാണാൻ പറ്റാത്തതാണ്. അത് ഈ പ്ലേസിന്റെ ഉള്ളിൽ ഉണ്ട് ഓക്സിലറി വെർബ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് എന്തൊക്കെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. ഒന്നാമത് സബ്ജക്റ്റിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്, ഒരു ഫുൾ സ്റ്റോപ്പിൽ നിന്ന് അവസാനിക്കും. അടുത്തത് ആ സബ്ജക്ട് എന്ന് പറയുന്നത് ഒരാളുടെ പേരോ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ പ്രോണൗണോ ആവും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു പ്രസ്താവനയായിരിക്കും, ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാക്ട്സ് ആയിരിക്കും, ഒരു വസ്തുതകളായിരിക്കും. അല്ലെങ്കിൽ 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വേർഡ് ഓർഡർ ഉണ്ടാവും. ആ വേർഡ് ഓർഡർ സബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്, പ്ലസ് ഓക്സിലറി വെർബാണ് വരുന്നത്. ഓക്കെയാണ്. നമ്മളെല്ലാ മോഡലും വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതിൽ ചോദ്യങ്ങൾ കൂടി ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവാത്തുള്ളൂ. നമ്മൾ ഇപ്പൊ പഠിച്ച രീതികളൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണ്ടേ. അപ്പൊ ഇത്രയും നാള് PSC ചോദിച്ച, ഇതുവരെയും PSC ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നേരെ നമുക്ക് ആ ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇവിടത്തെ 1-2 എക്സാമ്പിളോട് നോക്കാം. ഇവിടെ എക്സാമ്പിൾ നമ്മൾ നോക്കിയല്ലോ, ഈ പ്ലേസ് പിയാനോ എന്നുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കി, അടുത്തൊരു എക്സാമ്പിൾ. ഇത് ഇങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ എഴുതട്ടെ, ഗീത ഈസ് ഗോയിങ് ടു കോളേജ്. ഗീത ഈസ് ഗോയിങ് ടു കോളേജ് എന്നാ ഒരു പേരിൽ നിന്നാണ് ആരംഭിച്ചത്. എളുപ്പമല്ലേ? ശേഷം ഒരു ഓക്സിലറി വന്നു, വേർഡ് ഓർഡർ ഒക്കെ ശരിയായി. ആരംഭിച്ച സബ്ജക്റ്റ് ആണ്, ഒരാളുടെ പേരാണ്. പല പല കണ്ടീഷൻസും ശരിയായി വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണ്. അടുത്തത്, രാമു ഇസ് എ ഗുഡ് ബോയ്. രാമു ഇസ് എ ഗുഡ് ബോയ്. ഓക്കെ അല്ലേ? രാമു ഇസ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് നിന്നാണ് ആരംഭിച്ചത്, ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അടുത്തൊന്ന് ആലോചിച്ച് വെച്ച്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇറ്റ് ഈസ് എ ക്യാറ്റ്, അതൊരു പൂച്ചയാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഒരു പ്രോണൗൺ ആണ്. ശേഷം ഒരു ഓക്സിലറി വെർബ്. വേർഡ് ഓർഡർ അനുസരിച്ച് വേണമല്ലോ, സബ്ജക്റ്റ് ആണല്ലോ ഇവിടെ പ്രോണൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. ശേഷം ഓക്സിലറി വെർബ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾക്ക് നേരെ പ്രീവിയസ് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ 2017 ചോദിച്ച ചോദ്യമാണ്. പിന്നെ മിക്കതുമൊക്കെ LDC അങ്ങനത്തെ പല പരീക്ഷകളും ചോദിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് ലുക്ക് ബിഫോർ യു ലീപ് ഈസ് ഡാഷ്. അതിന്റെ ഓപ്ഷൻ ആണ് ഡിക്ലറേറ്റീവ്, ഇംപെറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്. ഇതെല്ലാത്തിന്റെ ഓപ്ഷൻ ഇത് തന്നെയാണ്. അതാണ് ഞാൻ ഒറ്റയടിക്ക് ഓപ്ഷൻ എഴുതി വെച്ചത്. അപ്പൊ ലുക്ക് ബിഫോർ യു ലീപ് എന്നാണ് നമ്മളുടെ സെന്റൻസ്. ലുക്ക് ബിഫോർ യു ലീപ് ഇത് ഏത് ടൈപ്പാണെന്നാണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തെങ്കിലും രീതി നമ്മൾ നേരത്തെ ഞാൻ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയ ഡിക്ലറേറ്റീവ് ആണോ? ഒന്നാമത്തത് ഡിക്ലറേറ്റീവ് ആവണമെങ്കിൽ മെയിൻ കണ്ടീഷൻ ആരംഭിക്കേണ്ടത് സബ്ജക്റ്റിൽ നിന്നായിരിക്കണം. ആണോ? ലുക്ക് എന്നൊക്കെ ഉള്ളത് സബ്ജക്റ്റ് ആണോ? അല്ല. അടുത്തത് ഇംപെറേറ്റീവ് ആണോ? ഇംപെറേറ്റീവ് മീൻസ് അത് ആരംഭിക്കേണ്ടത് വെർബിൽ നിന്നാണ്. ലുക്ക് എന്നുള്ളത് ഒരു വെർബാണ്, അത് ഇംപെറേറ്റീവ് ആണ്. ഉറപ്പായിട്ടും ഇംപെറേറ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കാൻ വേണമെങ്കിൽ എക്സ്ക്ലമേറ്ററി ആണോ? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടോ? ഇല്ല. അതൊരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന അത്ഭുതമൊന്നുമല്ല. ഇൻട്രോഗേറ്റീവ് ഒട്ടുമല്ല. ഇൻട്രോഗേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, WH ക്വസ്റ്റ്യൻ നിന്നായിരിക്കണം ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഒക്കെ ആയിരിക്കണം, വേർഡ് ഓർഡർ ഒക്കെ വേണം. ഓക്കെ അല്ലേ? ഇത് ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ എഴുതാം ഇംപെറേറ്റീവ്. മനസ്സിലായാലും നമ്മൾ ഓരോന്ന് പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും സംശയം വരാണ്ടിരിക്കാനാണ്. ലുക്ക് എന്നുള്ളത് വെർബാണ്, ഒന്നും നോക്കാനില്ല. വെർബിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിൽ ഇംപെറേറ്റീവ് ആയിരിക്കും. ഇംപെറേറ്റീവ് ആണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള കുറെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ് പഠിച്ചത്? ഇംപെറേറ്റീവ് മീൻസ് ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം, കമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. വീണ്ടും അത് വെർബിൽ നിന്നായിരിക്കാം ആരംഭിക്കുന്നത്, സബ്ജക്റ്റ് ഉണ്ടാകത്തില്ല. നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? എക്സാമ്പിൾ ചോദിച്ചാണ് ചോദ്യം. ഇനി അങ്ങാടുണ്ട്, ഞാൻ ചോദ്യം എഴുതിയിട്ടില്ല. ഇങ്ങനെയാണ് ചോദ്യം. ഐഡന്റിഫൈ ദ സെന്റൻസ് ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഇത് കിടക്കുന്നു നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇത് ഏത് ടൈപ്പാണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇനി അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം നോക്കി, ഹൗവിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഹൗവിൽ നിന്ന്. അപ്പൊ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ സംശയം വരാം, അതൊരു ഇൻട്രോഗേറ്റീവ് ആണോ.
ഇൻട്രോഗേറ്റീവ് ആവണമെങ്കിൽ ഇതിനൊരു വേർഡ് ഓർഡർ വേണം. എന്താണ് ആ വേർഡ് ഓർഡർ? ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഒരു ഓക്സിലറി വെർബ് വേണം. ഇവിടെ ഉണ്ടോ? അത് ഇല്ല. ഇൻട്രോഗേറ്റീവ് ഒരിക്കലും അല്ല, അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒരു മാർക്ക് ഉണ്ട്. ഈ മാർക്ക് കണ്ടില്ലെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്തത്, ഇറ്റ് ഈസ് എ ലവ്ലി സീ. തെറ്റിപ്പോകുന്ന ചോദ്യമാണ്. LDC ചോദിച്ച ചോദ്യമാണ്. LDC, ഇറ്റ് ഈസ് എ ലവ്ലി സീ ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇറ്റ് ഈസ് എ ലവ്ലി സീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണം നിങ്ങൾക്ക് സംശയം വരാൻ എക്സ്ക്ലമേറ്ററി ആണെന്ന്, കാരണം ഒരു അത്ഭുതത്തോടെ പറയുന്നതാണെന്ന് സംശയം വരാം. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇറ്റ് എന്നുള്ളത് എന്താണ്? ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ? ഒരു സബ്ജക്റ്റ് ആണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓക്സിലറി വെർബാണ്. അപ്പൊ സബ്ജക്റ്റിൽ നിന്നാണ് ഈ ചോദ്യം ആരംഭിച്ചത്. അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു ഓക്സിലറി വെർബുമാണ്. അപ്പൊ ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിപ്പോകുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സെന്റൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിന് നമുക്ക് എക്സ്ക്ലമേറ്ററി ആയിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെ മാറ്റാൻ പറ്റും? ഇറ്റ് ഈസ് എ ലവ്ലി സീ എന്നുള്ളതിൽ നമുക്ക് കുറച്ചും കൂടി മാറ്റി എഴുതാം. വാട്ട് എ ലവ്ലി സീ. വാട്ട് എ ലവ്ലി സീ. വാട്ട് എ ലവ്ലി സീ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇവിടെ നമുക്ക് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം, പക്ഷെ ഇവിടെ അത് കൊടുക്കാൻ പറ്റത്തില്ല. കിട്ടിയല്ലോ? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം സബ്ജക്റ്റിൽ നിന്നാണ് ആരംഭിച്ചത്, ശേഷം ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ ഫോർമാറ്റ് ആണ്. അതെങ്ങനെ എക്സ്ക്ലമേറ്ററി ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ മാറ്റിക്കളയാൻ വേണമെങ്കിൽ വാട്ട് എ ലവ്ലി സീൻ എന്നൊക്കെ എഴുതി ചേർക്കാം. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം, വിൽ യു വെയിറ്റ് ഹിയർ എന്നാണ് ചോദ്യം. വിൽ യു വെയിറ്റ് ഹിയർ. ഓപ്ഷൻ ഇത് തന്നെയാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇംപെരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. വിൽ യു വെയിറ്റ് ഹിയർ എളുപ്പമായിട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചില ആൾക്കാർ കണ്ടു കാണും. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ ഒന്നും നോക്കാനില്ല. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എളുപ്പമല്ലേ? തുടങ്ങിയിരിക്കുന്ന ഒരു ഓക്സിലറി വെർബ് കൊണ്ടാണ്. ഇതൊരു ഓക്സിലറി വെർബാണ് വിൽ എന്നുള്ളത്. മോഡൽ ഓക്സിലറി വെർബിൽ പെടുന്ന പറഞ്ഞതാണ് വില്ല്. ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മുടെ ഓർഡറൊക്കെ ശരിയാണെന്ന് നോക്കാം. നമ്മുടെ ഓർഡർ അനുസരിച്ച് ഓക്സിലറി വെർബിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം സബ്ജക്റ്റ് വരണം, അതിനുശേഷം ഒക്കെയാണ് വെർബ് വരുന്നത്. അപ്പൊ അത് ശരിയാണ്. അതിനുശേഷം വെർബ് വന്നത്. വെയിറ്റ്. അടുത്തത്, പ്ലീസ് കം ഇൻ. ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? പ്ലീസ് കം ഇൻ. എവിടെയെങ്കിലും എന്തെങ്കിലും സ്പാർക്ക് കിട്ടിയ ഏതൊക്കെ ടൈപ്പാണ്? പ്ലീസ്, കൈൻഡ്ലി, സാർ, മാഡം ഉള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഇംപെരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇംപെരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അത് എളുപ്പമാണല്ലേ? എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ടു കാണും. പിന്നെ ചോദ്യം നോക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ തുടങ്ങിയിരിക്കുന്ന വാട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതാണെന്നൊക്കെ വിചാരിക്കരുത്. ഇൻട്രോഗേറ്റീവ് ആവണമെങ്കിൽ വേർഡ് ഓർഡർ വേണം. ഇനി ഇത് പാടില്ല, പകരം ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അപ്പൊ ഇതെന്താണെങ്കിലും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എത്ര പാടായ ചോദ്യം ഇവിടെ നമ്മൾക്ക് കിട്ടും. അത് നമ്മൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ എല്ലാ ഓപ്ഷനും ഒന്ന് വിശദീകരിച്ച് നോക്കുന്നുണ്ട്. അതല്ലാത്തതിന് കാരണം എന്താണ്? അങ്ങനെ പഠിക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഒറ്റയടിക്ക് 6 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അപ്പൊ നമ്മളുടെ 7ാമത്തെ മുതൽ 11ാമത്തെ വരെ ചോദ്യം. 7ാമത്തെ ചോദ്യം LDC തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. എന്ത് ടൈപ്പ് സെന്റൻസ്? ഓപ്ഷൻ അസർട്ടീവ്, ഇംപെരേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്. എന്തെങ്കിലും സ്പാർക്ക് കിട്ടിയാൽ നോക്കി എവിടെയെങ്കിലും ഏതെങ്കിലും. അപ്പൊ ഒരു കാര്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ. ഈ വെർബ് ഇല്ലേ, ഈ പ്ലേ എന്ന് പറഞ്ഞ വെർബാണ്. ഈ ഒരു ചോദ്യം നെഗറ്റീവായിട്ടുള്ള ചോദ്യമാണ്. നെഗറ്റീവ് സൂചിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വാക്ക് മാത്രമാണ് ഡോണ്ട് എന്നുള്ളത്. രാത്രി കളിക്കരുത് എന്നത് അതൊരു അഡ്വൈസ് കൂടിയല്ലേ?
ഒരു ഉപദേശമല്ലേ അത്, അല്ലേ? ഇതൊരു ഉപദേശത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസ് അല്ലേ? നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു റിക്വസ്റ്റ്, അഡ്വൈസ്, കമാൻഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേര് ഇംപെരറ്റീവ് സെന്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ ഇത് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇതൊരു ഉപദേശമാണ്. കാരണം എല്ലാം നമ്മൾ പറഞ്ഞ 3 പോയിന്റിൽ 3 പോയിന്റ് പല സ്ഥലത്തെ കുറിച്ച് വർക്കാവുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, വെർബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇംപെരറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും വെർബിൽ നിന്ന് തന്നെയാണ്. കാരണം പ്ലേ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഡോണ്ട് വരാൻ കാരണം ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ചേർത്തിരിക്കുന്ന ഒരു പദം മാത്രമാണ് ഡോണ്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ പ്ലീസ് എന്നൊക്കെ ചേർക്കാം, കൈൻഡിലേക്ക് ചേർക്കാം, സാർ മാഡം ഒക്കെ ചേർക്കാം. അത് ചേർത്താൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വെർബിൽ നിന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇതൊരു ഇംപെരറ്റീവായ സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ നമ്മൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം ഇതൊരു ഉപദേശമാണ്, ഒരു അഡ്വൈസ് ആണ്. രണ്ടാമത്തെ കാര്യം ഇത് വെർബിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് ഇവിടെ മുന്നിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? എട്ടാമതിലോട്ട് പോകും. ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. LDC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ചില ആൾക്കാർ ഈ വണ്ടർഫുൾ എന്നൊക്കെ വാക്ക് കാണുമ്പോഴാണ് പ്രശ്നം. വണ്ടർഫുൾ എന്നൊക്കെ വാക്ക് കാണുമ്പോൾ ഉടനെ എക്സ്ക്ലമേറ്ററി ആണെന്ന് വിചാരിക്കും. ഇപ്പോഴും വിചാരിച്ചു കാണും, തെറ്റാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലാതെ. കാരണം എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ചെയ്യണം ഇല്ലേ? അതൊരു അത്ഭുതത്തെയൊക്കെ സൂചിപ്പിക്കുന്ന സെന്റൻസും ആയിരിക്കും. ഇത് അങ്ങനത്തെ സെന്റൻസ് ഒന്നുമല്ല. ഇത് കൃത്യമായ ഒരു വേർഡ് ഓർഡർ ഉള്ള സെന്റൻസ് ആണ്. ഒരു വേർഡ് ഓർഡർ ഉണ്ട് ഈ സെന്റൻസിൽ. ഇറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോണൗൺ ആണ്. ഇസ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ് അല്ലെ? ഇറ്റ് എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി, അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ എളുപ്പമല്ലേ? സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുന്ന സെന്റൻസുകൾ എപ്പോഴും ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അതിന്റെ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. കിട്ടിയോ? അപ്പൊ ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ് ആണ്. എളുപ്പമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നിനക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വണ്ടർഫുൾ എന്നുള്ള പറയുന്ന വാക്കൊക്കെ നോക്കി ഉടനെ എടുത്ത് എഴുതരുത്. സെന്റൻസ് ആണ് നോക്കേണ്ടത്. ഇതിന് വണ്ടർഫുൾ എന്നുള്ള വേർഡിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. ഈ സെന്റൻസ് ഈ ടൈപ്പ് ആണെന്നാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് അല്ല, വേറെ ഓർഡർ. എളുപ്പമല്ലേ? കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. അസർട്ടീവ് ആണ്. ഒരു ഓപ്ഷനിൽ അസർട്ടീവ് എന്നാണ് പറഞ്ഞത്. അതാണ് ഞാനവിടെ ഡിക്ലറേറ്റീവ് മാറ്റി അസർട്ടീവ് നമ്മുടെ ഇവിടെ ഓപ്ഷനായി ചേർത്ത്. ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. അടുത്ത ചോദ്യം. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റ് ആണ്. കൂടുതൽ നോക്കേണ്ട ആവശ്യം ഇല്ല. അസർട്ടീവ് സെന്റൻസ് ആണ്. നമ്മൾ ആദ്യം ഇതിനെ കുറിച്ചുള്ള മോഡൽ പറഞ്ഞപ്പോൾ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ച് പറഞ്ഞാണ് വസ്തുത, ഫാക്ട്സുകൾ സൂചിപ്പിച്ച അസർട്ടീവ് ആയിരിക്കും. അടുത്ത 10ാമത്തെ ചോദ്യം. ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ചോദ്യം ഏതൊരു സെന്റൻസ് ആണ്? എളുപ്പമാണ് കുറച്ചും കൂടി. കാരണം ഹെൽപ് മീ എന്നാണ് ആരംഭിച്ചത്. ഹെൽപ് മീ നോക്കാം. സബ്ജക്റ്റ് ആണോ ഹെൽപ് മീ? സബ്ജക്റ്റ് ആണോ ഹെൽപ് മീ? അല്ല. അപ്പൊ അസർട്ടീവ് അല്ല. അടുത്ത ഇൻട്രോഗേറ്റീവ് ആണോ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണോ ആദ്യം ആരംഭിച്ച്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ ചോദ്യത്തിൽ? ഇല്ല. അപ്പൊ ഇൻട്രോഗേറ്റീവ് അല്ല. എക്സ്ക്ലമേറ്ററി ആണോ നോക്കാം. അവസാന എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ആശ്ചര്യമുണ്ടോ ചോദ്യത്തിൽ? ഇല്ല. അടുത്ത ഇംപെരറ്റീവ് ആണോ നോക്കാം. വെർബിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? ആണോ? നോക്കിയേ. ഹെൽപ്പ് എന്നുള്ളത് വെർബല്ലേ? ഹെൽപ്പ് വെർബാണ്. കാരണം 3 ഫോം ഉള്ളതല്ലേ. ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്, അങ്ങനെ 3 ഫോമുള്ള വെർബല്ലേ ഇത്. വെർബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും നോക്കാനില്ല. അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരറ്റീവ് ആണ്. അടുത്തത് പാസ് ദ ബുക്ക് പ്ലീസ്. പ്ലീസ് എന്നുള്ള വാക്ക് എന്താ പെട്ടെന്ന് സ്പാർക്ക് കിട്ടും. പ്ലീസ് എന്ന് പറയുന്ന വാക്ക്. അപ്പോ ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. എന്തുമാത്രം സിമ്പിൾ ആയിട്ട് നിങ്ങളാണ് പരീക്ഷ ഉപയോഗിക്കുന്നത്. ഓരോ മോഡലും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തുകൊണ്ട് മറ്റേതൊക്കെ ഉത്തരമായില്ല എന്ന് മനസ്സിലാവും. നമ്മളത് 11 ചെയ്തു. ബാക്കിയുള്ളതിലോട്ട് വേഗം. അപ്പൊ നമുക്ക് 12ാമത്തെയും 13ാമത്തെയും ചോദ്യത്തിലോട്ട് പോവാം. 2 പ്രീവിയസ് ചോദ്യങ്ങളാണ്. 12ാമത്തെ ചോദ്യം. വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്?
അങ്ങനെയാണ് ചോദ്യം. വിച്ച് വൺ മീൻസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പൊ ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ്. ഓപ്ഷൻ എ ഗോ എവേ, ഓപ്ഷൻ ബി ഇസ് ദ ട്രെയിൻ ഓൺ ടൈം, ഓപ്ഷൻ സി ഷീ ഈസ് എ ടീച്ചർ, ഓപ്ഷൻ ഡി വാട്ട് ആൻ ഐഡിയ. നമുക്ക് ഓരോ സെന്റൻസുകളും നോക്കി നോക്കി പഠിക്കാം. അപ്പോ വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തറവ്. ഗോ എവേ എന്നാണ് ഈ സെന്റൻസ്. ഇത് എന്ത് ടൈപ്പാണ്? ഗോ എവേ എന്താണ്? ഗോ എന്ന് പറയുന്ന വാക്ക് എന്താണത്? വെർബാണ്. അപ്പോ വെർബിൽ നിന്ന് ആണ് ആരംഭിച്ചത്. അപ്പൊ അത് ഏത് ടൈപ്പാണ്? അതൊരു ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അത് കിട്ടി. ഈസ് ദ ട്രെയിൻ ഓൺ ടൈം? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ നിങ്ങൾ? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ പിന്നെ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. അതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് രണ്ടാമത്തെ ഓപ്ഷൻ ബി ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ വിശദീകരിച്ചൊക്കെ നോക്കാം. കാരണം ഇസ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. ഓക്കെ അല്ലേ? അതിനുശേഷം സബ്ജക്റ്റ് വേണം. ട്രെയിൻ ആണ് സബ്ജക്റ്റ്. കണ്ടാ വളരെ സിമ്പിൾ ആയിട്ട് അത് കിട്ടി. ഓക്സിലറി വെർബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സബ്ജക്റ്റ് വേണം. അപ്പൊ വേർഡ് ഓർഡർ ഒക്കെ അവിടെ പാലിച്ചിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. കൂടുതൽ നോക്കണ്ട, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അടുത്തത് ഷീ ഈസ് എ ടീച്ചർ. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സെന്റൻസ് ആണ് കൂടുതൽ ആൾക്കാരെ കുഴപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ? ഷീ ഈസ് എ ടീച്ചർ ഇതേപോലത്തെ കോമൺ ആയിട്ടുള്ള സെന്റൻസ് ഇല്ലേ? അങ്ങനത്തെ സെന്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ്. ഓക്കെ ആണോ? അതിനൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ആരംഭിച്ചിരിക്കുന്നത് വെർബിൽ നിന്നും അല്ല. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പൊ അത് മൂന്നും അല്ലെങ്കിൽ അത് ഒന്നാമത്തെ മോഡലായ ഡിക്ലറേറ്റീവ് ആയിരിക്കും. മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. അതിനൊരു വേർഡ് ഓർഡർ ഉണ്ട്. സബ്ജക്റ്റിൽ നിന്ന് വേണം ആരംഭിക്കാൻ. അപ്പൊ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട് അല്ലെ? സബ്ജക്റ്റ് ഉണ്ട് ഷീ എന്ന് പറയുന്നത്. അതിനുശേഷം പ്ലസ് ഓക്സിലറി വെർബ് മന്നം. ശരിയല്ലേ? ഇസ് ഓക്സിലറി വെർബ് അല്ലേ? അപ്പൊ ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണ്. അടുത്ത ഓപ്ഷൻ ഡി ഏതാണ് നോക്കാം. വാട്ട് ആൻ ഐഡിയ. അവസാനം നോക്കിയാൽ നിങ്ങൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് നിങ്ങൾ കണ്ടോ? ഏത് മാർക്ക്? അപ്പൊ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ഏതാണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടെത്താനാണ്. അപ്പൊ ഡി ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അടുത്തത് എക്സാമ്പിൾ ഫോർ ആൻ ഇംപെരേറ്റീവ് സെന്റൻസ്. ഇംപെരേറ്റീവ് സെന്റൻസ് ഏതാണെന്ന് കണ്ടെത്തും. നേരെ ചോദ്യത്തിലോട്ടൊക്കെ പോകും. ബാക്കിയുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓപ്ഷൻ എ ബി സി ഡി അങ്ങനെയാണ്. ഹാവ് യു എവർ വിസിറ്റഡ് മുംബൈ? ഈ ടൈപ്പ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ നിങ്ങൾ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇനി കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അതെ. ഹാവ് ഓക്സിലറി വെർബാണ്. അതിനുശേഷം യു സബ്ജക്റ്റ് ആണ്. ഹെൽപ് മീ പ്ലീസ്. പ്ലീസ് കണ്ടോ നിങ്ങൾ? തുടങ്ങിയിരിക്കുന്നത് കണ്ടോ? ഹെൽപ്പ് വെർബ് അല്ലേ? അപ്പൊ ഏതാണ്? അതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ആൻസർ ഇതാണ്. ചോദിച്ചിരിക്കുന്നത് ഇംപെരേറ്റീവ് സെന്റൻസ് കണ്ടെത്താനാണ്. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള നമ്മൾ നോക്കാം. ബാക്കിയുള്ള പഠിക്കാമല്ലോ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. വാട്ട് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇന്ററോഗേറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. എക്സ്ക്ലമേറ്ററിയും ആവാം. ഇനി വേർഡ് ഓർഡർ ശരിയാണെന്ന് നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇന്ററോഗേറ്റീവ് തന്നെയാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. വേറെ സംശയമൊന്നും ഇല്ല. ഇന്ററോഗേറ്റീവ്. ഇനി ഉറപ്പിക്കാനാണ് നമ്മൾ അങ്ങനെയൊക്കെ നോക്കുന്നത്. വാട്ട് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ശേഷം വേണ്ടത് ഓക്സിലറി വെർബാണ്. ഇസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കൂടെ ഉണ്ട്. അതൊക്കെ പാലിച്ചു. അത് 100% ഉറപ്പായിട്ടും ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. വാട്ട് നോൺസെൻസ്. ഇത് കണ്ടോ നിങ്ങൾ? ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പൊ ഏതാണത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി ഞാൻ കൂട്ടക്ഷരമൊക്കെ എഴുതുന്ന സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലായില്ലേ? ഇനിയുള്ള ഒരു 3 ചോദ്യം കൂടി ഉണ്ട്. ആ 3 ചോദ്യം കൂടി പ്രീവിയസ് ആണ്. ആ ചോദ്യം കൂടി കഴിഞ്ഞ് നമ്മുടെ മൊത്തം കഴിയും. അപ്പോ നിർത്തി പോകരുത്. ആ ചോദ്യം കൊടുക്കും. നമ്മള് 4 ചോദ്യങ്ങൾ. ഈ 4 ചോദ്യങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഇതൊരു ഹോം വർക്കാണ്.
വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു ജോലിയാണ്. ഒന്നാമത്തെ ചോദ്യം എഴുതിയെടുത്തു, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഹൗ ഡീപ്പ് ഈസ് ദ വെൽ? ഓക്കെ അല്ലേ? അപ്പുറം എന്തോ ഒരു ചിഹ്നം ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്, അല്ലെങ്കിൽ ഒരു കുത്താണ്, ഒരു ഫുൾ സ്റ്റോപ്പാണ്, അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ പക്ഷേ ഇട്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് ഏതാണെന്ന് എഴുതുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും, ആ ഒരു ചിഹ്നം വരും. ഞാൻ ഇട്ടിട്ടില്ല. കാരണം അല്ലാണ്ട് നിങ്ങൾ നോക്കിയാലൊക്കെ മനസ്സിലാവും. വേർഡ് ഓർഡറൊക്കെ വെച്ചിട്ട് നോക്ക്. അപ്പൊ ഹൗ ഡീപ്പ് ഈസ് ദ വെൽ ആണ് ചോദ്യം. ഓപ്ഷൻ ഇംപെരറ്റീവ്, അസർട്ടീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്. അടുത്ത ചോദ്യം, ഹി പ്ലേസ് പിയാനോ. ഓക്കെ അല്ലേ? സെയിം ഓപ്ഷനാണ്. ഷട്ട് ദ ഡോർ, സെയിം ഓപ്ഷനാണ്. അടുത്തത്, ഈ ഒന്നാമത്തെയും നാലാമത്തെയും ചോദ്യം വളരെ അധികം ബന്ധമുള്ള ഒരു ചോദ്യമാണ്. രണ്ടിനും ഒരേ ഉത്തരമല്ല. അപ്പൊ നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഡീപ്പ് ദ വെൽ ഈസ്. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഹൗ ഡീപ്പ് ഈസ് ദ വെൽ എന്നാണ്. ഇവിടെ ഹൗ ഡീപ്പ് ദ വെൽ ഈസ് എന്നാണ്. അപ്പുറം എന്തോ ഒരു ചിഹ്നം ഉണ്ട്. ആ ചിഹ്നം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഇവിടെ ഞാൻ ആ ചിഹ്നം മനഃപൂർവ്വം ഇടാത്തതാണ്. കാരണം അങ്ങനെ ചിഹ്നം കണ്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഏതാണ്. പക്ഷെ ചിഹ്നം കാണാണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ മോഡലും. നിങ്ങൾക്ക് അതൊക്കെ എഴുതാനൊക്കെ പറ്റും. അപ്പൊ അവസാനത്തെയും നാലാമത്തെയും ഒന്നാമത്തെയും ചോദ്യം നിർബന്ധമായിട്ടും ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം, കമന്റ് ചെയ്യുക. ഈ 2, 3 ഒക്കെ സിമ്പിൾ ആണ്. അപ്പൊ ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ എല്ലാ മോഡലും വിശദീകരിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇത്രയും നാൾ നടന്ന PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ മുഴുവനും ചെയ്തു നോക്കി. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഈ ചോദ്യം കഴിഞ്ഞ V1 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യവുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഈ 2 ചോദ്യം അതൊന്നുകൂടി പറയാം. ഇത് ഹൗ ഡീപ്പ്, ഇവിടെ ഇസ് വന്നു. ദ വെൽ, ഇവിടെ ദ വെല്ലിന് ശേഷമാണ് ഇസ് വന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ അപ്പുറം ഏതോ ചിഹ്നമുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെങ്കിൽ ഇതാണ്. ഏതോ ഒരെണ്ണമാണ്. ഇവിടെയും അങ്ങനെയാണ്. എന്നിട്ട് ഏതോ ഒരെണ്ണമുണ്ട്. അത് ഏതാണെന്ന് കൂടി നിങ്ങൾ കണ്ടെത്തും. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ വേർഡ് ഓർഡറൊക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഉത്തരം കണ്ടെത്തി കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കമന്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ഷെയർ ബട്ടൺ ഉണ്ട്. അത് ഷെയർ ചെയ്ത് വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എത്തിക്കണം. കാരണം അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. ഫുൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ എല്ലാ ടോപ്പിക്കും, എല്ലാ സബ്ജക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്സും ഇംഗ്ലീഷും മലയാളവും പിന്നെ സയൻസ് വിഷയങ്ങളും പിന്നെ GK അല്ലാണ്ട് പെടുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും എല്ലാത്തിനെ കുറിച്ചും ക്ലാസ് ഉണ്ടാവും. പരമാവധി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. കംപ്ലീറ്റ് ഫ്രീ ആയ ക്ലാസ് ആണ്. ലോക്ക്ഡൌൺ കാരണം തുടങ്ങിയ ഒരു ചെറിയ പരിപാടിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇനി സ്ഥിരമായിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ എല്ലാവരുടെയും സഹകരണം നിർബന്ധമാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട്